പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. ഗത്സമനയിലെ പ്രാർത്ഥനയാണ് ഇവിടുത്തെ വിഷയം. ഗത്സമന എന്ന തോട്ടം യേശുവിന്റെ അതിവേദനയോടുള്ള ഒരു പ്രാർത്ഥന. നമുക്കറിയാം, പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ്. പ്രയർ എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ചിലർ ആവശ്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, ചിലര് ആചാരമായി പ്രാർത്ഥിക്കുന്നു, ചിലര് ഒരു വിടുതലിനായിട്ടോ ഒരു പ്രത്യേക വിഷയത്തിനായിട്ടോ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയാണ് കൂടുതൽ നാം പ്രാർത്ഥനകൾ കാണുന്നത്. എന്നാൽ ഇവിടെ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ ബൈബിളിലുണ്ട്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പ്രാർത്ഥിച്ചവരെ കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. അഥവാ മറ്റ് മൃഗജാലങ്ങളോ സൃഷ്ടികളോ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒന്നാണ് ദൈവം നമുക്ക് തന്ന ഈ പ്രാർത്ഥനയുടെ ജീവിതം. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമുക്ക് സംസാരിക്കുവാൻ കഴിയുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം ഒരു ജൽപ്പനമായിട്ട് കാണുന്നവർ ഉണ്ടായിരിക്കുക. പക്ഷെ യേശു ക്രിസ്തു പലപ്പോഴും പ്രാർത്ഥനയെ, ജൽപ്പന പ്രാർത്ഥനയെ വിമർശിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു കോപിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തു വിമർശിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തു ആമേൻ വളരെ ദൃഢതയോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം പിന്നിലെ പർപ്പസ് ആയിരുന്നു, ശരിയായ അതിന്റെ പിന്നിലെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അഥവാ പരീക്ഷ ഭക്തിയെ യേശു നന്നായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ആണോ? പരീക്ഷന്റെ ഭക്തിയെ വിമർശിച്ചോ? വിമർശിക്കുമ്പോൾ മനസ്സിലാക്കണം, എന്നിൽ ഇല്ലാത്ത ഒന്ന് മറ്റൊരാളിലോട്ട് വിമർശിച്ചാൽ ഞാൻ അവിടെ ഇളിപ്പിനകത്തേ ഉള്ളൂ. മനസ്സിലായോ? എന്നിൽ ഇല്ലാത്ത ഒരു കാര്യം ഞാൻ ഒരാളെ ഉപദേശിക്കാൻ പോയാൽ, എന്റെ കുടുംബത്തിൽ ഇല്ലാത്ത കാര്യത്തെ ഞാൻ ഉപദേശിക്കാൻ പോയാൽ, എന്റെ മക്കൾ ശരിയായി നടക്കാതെ മറ്റുള്ളവരുടെ മക്കളെ ഉപദേശിക്കാൻ പോയാൽ ആ ഉപദേശം ഇന്ന് ആർക്കും വേണ്ട. സ്തോത്രം. ശരിയായി ജീവിച്ചവർക്കാണ് ഉപദേശിക്കാനുള്ള അവകാശവും ഉള്ളൂ. ശരിയാണോ ഞാൻ പറയുന്നത്? സ്തോത്രം. ഇവിടെ ശ്രദ്ധിച്ചു പഠിക്കേണ്ടത്, പരീക്ഷ ഭക്തിയെ യേശുവിന് ആമേൻ ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ പരീശൻ ആരാണെന്ന് കൂടെ പഠിക്കണം. നമ്മളെക്കാൾ ശ്രേഷ്ഠനാ പരീശൻ. കൂട്ടായ്മയ്ക്ക് വെക്കുന്നവനായിരുന്നു. എല്ലാ ഇടവെറ്റികൾക്കും പോകുന്നവനാ, ഉപവസിക്കുന്നവനാ, പതാരം കൊടുക്കുന്നവനാ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവന്റെ വീട്ടിൽ വാങ്ങുന്നതിനെല്ലാം അവൻ വേർവിട്ട് ദൈവത്തിന് കൊടുക്കുന്നവനാ, ദശാംശം കൊടുക്കുന്നവനാ. സ്തോത്രം. കൃത്യമായ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവനാ. പരീശനെ ഞങ്ങൾ വെറുതെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ആമേ ഒറ്റയടിക്ക് അയ്യോ പരീശൻ കൊള്ളില്ല എന്ന അർത്ഥത്തിലല്ല, മറിച്ച് പരീശൻ, വിവിധ പരീശന്മാരുണ്ടായിരുന്നു. അതിലൊരു പരീശനാണ് തോട്ട് പരീശൻ എന്ന് പറയും. സ്തോത്രം. എന്താണ് ഈ തോട്ട് പരീശൻ? എന്താ? താൻ ചെയ്തതെല്ലാം വിളിച്ചു പറയാനുള്ള സജനി. അത് ഇന്നത്തെ പരീശന്മാരുടെ ശൈലിയാണ്. അന്ന് അങ്ങനെയല്ലായിരുന്നു. എഴുതി കെട്ടി തൂക്കിയിടുക കഴുത്തിലിങ്ങനെ. സ്തോത്രം. ഞാൻ പള്ളിക്ക് പുൾപിറ്റ് കൊടുത്തു. പുൾപിറ്റ് ഇപ്പൊ തോളെ കിടക്കുക. സ്തോത്രം. ഞാൻ പള്ളിക്ക് ചെണ്ട കൊടുത്തു, ചെണ്ട തോളെ കിടക്കുക. അപ്പൊ തോട്ട് പരീശൻ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരു സ്വഭാവം, ഒരു വ്യക്തിഗത ഇന്നുകൊണ്ട് നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. ദൈവവചനം പറയുന്ന ഇടം കൈ കൊടുക്കുന്നത് വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ശരിയായ കൊടുപ്പത ആരും അറിയരുത്. ഞാൻ പറഞ്ഞതിന്റെ ആശയം, ഇവിടെ പരീക്ഷ ഭക്തി കാണിക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു. അവിടെയാ പ്രശ്നം. ഭക്തി കാണിക്കുവാനുള്ളതല്ല, ഭക്തി ദൈവത്തോടൊപ്പം ജീവിക്കാനുള്ളതാണ്. മനസ്സിലായോ? ദൈവത്തെ സ്തുതിച്ചാണ്. ഭക്തി കാണിക്കാനുള്ളതല്ല. അതാണ് തിരുവചനം പറയുന്നത്. വേഷത്തിലെ ഭക്തിയെ വചനം വിമർശിക്കുന്നു. വേഷത്തിലെ ഭക്തി, വെള്ളയിട്ടാൽ അതേ പാസ്റ്റർ ആകത്തുള്ളൂ, മീശ പഠിച്ചാലേ പാസ്റ്റർ ആകത്തുള്ളൂ. ആമേ, ഇതെല്ലാം മീശയും പഠിച്ച് താടിയും പഠിച്ച് വെള്ളയിട്ടിട്ട് അകം മുഴുവൻ കറുപ്പാണ്, എന്താ പറയുക? ഇല്ലേ?
അപ്പം ഞാൻ പറഞ്ഞതിന്റെ ആശയം, ആമേൻ, ജീവിതത്തിൽ പ്രധാനമായ ചില കാര്യങ്ങൾ ആമേൻ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മാതൃകയായി കാണിച്ചു പോയിരിക്കുകയാണ്. അതിൽ ഒന്നാണ് പ്രാർത്ഥന. ഞാൻ ആ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ ഒന്ന് ക്ഷണിക്കുകയാണ്. സ്വത്രം ഒത്തിരി കാര്യങ്ങൾ മാതൃകാപരമായ യേശു നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് യേശു ക്രിസ്തുവിന്റെ അവസാന സമയങ്ങളിൽ കർത്താവ് ചെയ്ത പ്രാർത്ഥന, ആമേൻ, ഗതസമനയിലെ പ്രാർത്ഥന, വേദനയുടെ പ്രാർത്ഥന, കണ്ണുനീരിന്റെ പ്രാർത്ഥന, രക്തം, വിയർപ്പ് തുള്ളി രക്തമായി പുറത്തേക്ക് വന്ന പ്രാർത്ഥന, വില കൊടുത്ത പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് സഹോദരങ്ങളെ. ഇന്നും ആമേൻ, ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയുക, പ്രകടനമായ പ്രാർത്ഥനയല്ല ദൈവത്തിന് വേണ്ടത്, പ്രഹസനമായ പ്രാർത്ഥനയല്ല ദൈവത്തിന് വേണ്ടത്, ആളുകളുടെ മുമ്പിൽ കാണിക്കാനുള്ള പ്രാർത്ഥനയല്ല ദൈവത്തിന് വേണ്ടത്. ഇടിവിൽ നിൽക്കുവാൻ, കരയുവാൻ, അനുദപിക്കാൻ, പശ്ചാത്തപിക്കാൻ, കണ്ണുനീരോടെ ചില വിഷയങ്ങൾക്കായി ഏകാഗ്രതയോടെ, ഏക മനസ്സോടെ കരയുന്ന ചിലരെ ദൈവം ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടുകാലങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ചില കുറെ പിതാക്കന്മാരും മാതാക്കന്മാരും ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാ സഭകളിലും ഉണ്ടായിരുന്നു. അവരുടെ കണ്ണുനീരാണ് എന്നെയൊക്കെ വിടുവിച്ചെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്റെ അപ്പൻ മഹാകുടിയനായിരുന്നു. ആമേൻ. അന്ന് അറബി അസംബ്ലി സപ്പോർട്ട് സഭയിലെ ഇന്ന് അവരാരും ഈ മണ്ണിലില്ല. അവരെല്ലാം മണ്ണിനോട് വിട പറഞ്ഞ് വിണ്മയിലേക്ക് പോയിരിക്കുക. സ്തോത്രം. അവരൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എനിക്ക് ഇന്നും എന്റെ ആമേൻ ഓർമ്മയിലുണ്ട്. അനിയച്ചനെ, പറങ്കാമുട്ടിലെ അനിയച്ചനെ വിടുവിക്കണമേ. ഈ അനിയച്ചനുമായിട്ട് ഇവർക്ക് എന്ത് ബന്ധം? ഒരു രക്തബന്ധവുമില്ല. പക്ഷെ ആത്മാർത്ഥമായി, ആഴമായി, കരഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ സഭയുടെ കരുത്തായിരുന്നു. ഇന്ന് സഭയ്ക്ക് നഷ്ടമായത് പ്രാർത്ഥിക്കുന്നവർ കുറഞ്ഞു എന്നുള്ളതാ. ധനമുള്ളവരുണ്ടായേക്കാം, പണമുള്ളവരുണ്ടായേക്കാം, കൊടുക്കാൻ കഴിവുള്ളവരുണ്ടായേക്കാം. അത് മാത്രം പോലെ സഭയ്ക്ക് വേണ്ടത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം വേണം. ആമേൻ. ജാഗ്രതയോടെ ഇടിവിൽ നിൽക്കുന്ന ഒരു കൂട്ടം വേണം. അവിടെയാണ് സഭയുടെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതീവ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ചിലരെ ദൈവം ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് ഏത് മാധ്യമത്തിലൂടെ സംസാരിക്കാൻ കഴിയും. ദൈവത്തിന് സംസാരിക്കുവാൻ ഇന്ന മാധ്യമമൊന്നുമില്ല. ഏത് മാധ്യമത്തിലൂടെ സംസാരിക്കാൻ കഴിയും. ദൈവശബ്ദമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവവചനം ദൈവത്തിന്റെ ആമേൻ ശബ്ദമാണ്. ദൈവത്തിന്റെ ആലോചനയാണ്. ദൈവത്തിന്റെ സംസാരം ആമേൻ ദൈവവചനത്തിലൂടെ അതിശക്തമായി ദൈവം സംസാരിക്കുന്നു. പ്രവചനങ്ങളിലൂടെ ഒരു കാലഘട്ടങ്ങളിൽ അതിശക്തമായി ദൈവിക ആലോചനകൾ പറഞ്ഞ പ്രവാചകന്മാരുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് അതെല്ലാം നന്മയ്ക്കായും വിടുതലിനായിട്ടും മാത്രം സംസാരിക്കുന്ന തലമായി മാറുമ്പോൾ അന്നും ഇന്നും എന്നും തിരുവചനം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അത് പ്രസംഗത്തിലൂടെ ആയാലും, നാം വചനം വായിക്കുമ്പോഴായാലും, നാം ഒന്ന് വചനവുമായി ധ്യാനിച്ചിരിക്കുമ്പോഴായാലും, ദൈവവചനം സംസാരിക്കുന്ന കേൾക്കുവാൻ കഴിവുള്ള കാതുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവവചനം ജീവന്റെ വചനമാണ്. ഇതൊരു പുസ്തക കെട്ടല്ല. ഇതിനകത്തുള്ള എഴുത്തുകൾ കേവലം ഒരു എഴുത്തല്ല. ഇതിനകത്തുള്ളത് ജീവിക്കുന്ന തിരുവചനമാ. മനുഷ്യനെ രൂപാന്തരപ്പെടുന്ന തിരുവചനമാ. മനുഷ്യനെ നന്നാക്കുന്ന തിരുവചനമാ. വിടുതൽ നൽകുന്ന തിരുവചനമാ. അതിന് ഭാവികളെ രക്ഷിക്കുന്ന തിരുവചനമാ. അതിന് സംസാരിക്കാൻ ശക്തിയുണ്ട്. കാരണം അത് ജീവനുള്ള വചനമാണ്. കേവലം ഒരു പുസ്തകം ചുരുട്ടായിരുന്നെങ്കിൽ, ഒരു പുസ്തകം കെട്ടായിരുന്നെങ്കിൽ അതിന് പരിമിതിയുണ്ട്. കുറെ ആശയങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് സംഭാവന ചെയ്യാൻ മാത്രമേ ഒരു പുസ്തകത്തിന് കഴിയുള്ളൂ. എന്നാൽ ഈ തിരുവചനം ഇതൊരു ആശയത്തിന്റെ മാത്രം പുസ്തകമല്ല. ഇത് ജീവനുള്ള വചനമാണ്. നമ്മോട് ഇടപെടാൻ, നമ്മോട് സംസാരിക്കാം, നമ്മോട് ഇടപെടുവാൻ, നമ്മെ ബലപ്പെടുത്താൻ, നമ്മെ ശക്തീകരിക്കാം, നമ്മുടെ കുറവുകളെ കാണിച്ചു തരാം, ദൈവത്തിലേക്ക് മടങ്ങി വരാം, ദൈവ സ്വഭാവത്തിലേക്ക് മടങ്ങി വരാം. ഈ വചനം ഇന്നും ശക്തിയുക്തമായി ഇന്നും ഇടപെടുന്ന വചനത്തിനായി സ്തോത്രം. എനിക്ക് ശാന്തമായിട്ട് പ്രസംഗിക്കാൻ ഒക്കെ അറിയാം. സ്തോത്രം. ബൈബിൾ സ്റ്റഡി പോലെ എടുക്കാൻ എനിക്കറിയാം. വർഷം കുറെ ആയില്ലേ? അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. ഏത് ആത്മാവിൽ ഇത് എഴുതപ്പെട്ടോ അതേ ആത്മാവിൽ തന്നെ ഇത് ഷെയർ ചെയ്യണം. വിശ്വസിക്കുന്നോ? എങ്കിൽ മാത്രമേ അവിടെ പരിവർത്തനം ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ കേവലം ഇങ്ങനെ ഇരുന്ന് നമുക്ക് പോകാൻ മാത്രമേ കഴിയുള്ളൂ. എന്നാൽ ജീവന്റെ വചനം ഈ പകൽ നമ്മോട് സംസാരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ അതീവ ശ്രദ്ധയോടുള്ള പ്രാർത്ഥനയാണ്. നാം ജാഗരൂകരായിരിക്കണം എന്നുള്ളതിന് പ്രധാനപ്പെട്ട ഒരു തെളിവ്
ആമേൻ. 24/7 പ്രവർത്തിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ലോകത്തിലുള്ളത്. ഒന്ന് ദൈവം, രണ്ട് സാത്താൻ. വിശ്രമമില്ല. ദൈവവും 24/7 ആണ്, സാത്താനും 24/7. രണ്ടുപേരും പ്രവർത്തന നിരതരാണ്. രണ്ട് മേഖലയിലാണെന്നേ ഉള്ളൂ. ദൈവം പ്രവർത്തിക്കുന്നത് പാപികളെ രക്ഷിക്കണം, ലോകത്തിന്റെ തിന്മയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കണം, അരാജകത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കണം. തന്റെ ഭക്തന്മാർ നിലവിളിക്കുമ്പോൾ ഭൂമിയുടെ ഏതറ്റത്ത് നിലവിളിച്ചാലും അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവർക്ക് മറുപടി കൊടുക്കണം. സാത്താൻ പ്രവർത്തിക്കുന്നത് ദൈവത്തിൽ ജീവിക്കുന്നവരെ എല്ലാം വീഴ്ത്തണം. ഇവിടില്ലേ? സ്വത്രം. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവരെ വീഴ്ച കളയണം, പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയെ മുടക്കി കളയണം, ആരാധനാലയത്തിൽ വരുന്നവന്റെ ആരാധനയെ മുടക്കണം. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? സ്വത്രം. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചിന്ത വായിച്ചത്, പാർട്ട് ടൈമായി പ്രവർത്തിക്കുന്ന ഒരുവന് ഫുൾ ടൈമായി പ്രവർത്തിക്കുന്ന പിശാചിനെ ജയിക്കാൻ പറ്റില്ല. ഹലോ, സ്വത്രം. പാർട്ട് ടൈമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പിശാചിനെ ജയിക്കാൻ പറ്റുമോ? ഇല്ല. ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന പിശാചിനെ ജയിക്കണമെങ്കിൽ നീയും 24/7 പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് അവനവന്റെ കുടുംബത്തെയെങ്കിലും യേശുവിന്റെ രക്തത്താൽ വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായി ഈ പകൽ എഴുന്നേൽക്കാൻ നിയോഗമുള്ള എത്ര പേരുടെ അകത്തുണ്ട്? ആത്മാവിന്റെ മകൻ ചോദിക്കുക, സ്വന്തം കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യുക നിയോഗമുള്ള എത്ര പേരുടെ അകത്തുണ്ട്? നിങ്ങളെ ബാധിക്കുന്ന വിഷയമേ ഇല്ലല്ലോ. നിങ്ങളത് പെർഫെക്റ്റ് ആയി 24 അല്ല 50 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരെ പോലെ ഇരിക്കുന്നേ. അഹങ്കരിക്കൊന്നും വേണ്ട. ഞാൻ വ്യക്തമായി വിളിച്ചു പറയും, തിരുവചനത്തിലെ അന്തസ്സത്തെ ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കും. വീഴ്ചകൾ വന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത്, പ്രാർത്ഥനയെ മാറ്റിവെക്കുന്ന ഇന്നത്തെ കാലത്ത്, ദൈവത്തോട് അടുക്കാൻ കഴിയാതെ മാറിപ്പോകുന്ന ഇന്നത്തെ കാലത്ത്, എവിടെയാണ് വിശുദ്ധി, എവിടെയാണ് വേർപാട്, എവിടെയാണ് പ്രാർത്ഥനാ ജീവിതം, എവിടെയാണ് നിരന്തരം പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? പരാജയത്തിന്റെ പുറകോട്ടത്തിനെ പിടിച്ചു നിൽക്കുന്ന പൈശാചിക ശക്തികളെ തകർത്ത് മുന്നേറണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടാക്കണം. ഞാൻ സ്വത്രം പറയാൻ പറ്റുമ്പോ താവളം പോയി. ഉറക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്വത്രം പറയാൻ ഹല്ലേലൂയ പറഞ്ഞേ. ഭയങ്കര ഭവ്യതയാണ്. അയ്യോ, സ്വത്രം. ദൈവശക്തി നമ്മുടെ ശരീരങ്ങളിൽ വ്യാപരിക്കണം. നമ്മുടെ ശരീരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കണം. ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ സുവിശേഷകനെ കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് ആയി മരിച്ചില്ലേ? മരിച്ചു കഴിയുമ്പോഴല്ലേ എല്ലാം അറിയുള്ളൂ. ഞാൻ ചത്തു കഴിയുമ്പോൾ പറയാം നല്ലൊരു സുവിശേഷനായിരുന്നു. ബോഡി കിടന്നു കഴിയുമ്പോഴേ പറയുള്ളൂ. അതാണ് മലയാളി. അപ്പോൾ അദ്ദേഹത്തിന്റെ നല്ല കാര്യങ്ങൾ പുറത്തു വരുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് പറ. ഞാൻ പറഞ്ഞ ആദരിക്കണമെങ്കിൽ ജീവനോട് ഇരിക്കുമ്പോ ആദരിക്കണം. വേണ്ടേ? സ്തോത്രം. ഒരു മൊമെന്റ് കൊടുത്ത ഒരു 10,000 രൂപ ക്യാഷ് ആയിട്ട് കൊടുത്ത ആ മനുഷ്യനെയൊക്കെ ആദരിക്കേണ്ടതായിരുന്നു. ചത്തു കഴിഞ്ഞപ്പോ എന്തോ പേര വന്നേക്കുന്നു. എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പേര് കേട്ടു. പക്ഷെ എന്തോ എന്റെ ഹൃദയം പടയുക. ആ മനുഷ്യനോട് എന്തോ എന്റെ കൂടപ്പുറപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ച ഫീൽ എനിക്ക് ചെയ്തു. എന്തുകൊണ്ടാ? അദ്ദേഹം സുവിശേഷത്തിന് വേണ്ടി അത്ര ധീരനായിരുന്ന ഒരു പടയാളിയായിരുന്നു. മനസ്സിലായോ? പല ചെയ്യുന്നെങ്കിലേ ഉന്മേഷത്തോടെ ചെയ്യണം. ആമേ. ഞാനിത് പറഞ്ഞതിനനുസരിച്ച് ചിലർ കോപിച്ചിരിക്കും. സ്തോത്രം പറയാൻ പറഞ്ഞേ. ആമേ. സ്തോത്രം. നമ്മൾ പലതും ചെയ്യുന്നെങ്കിലേ ഉള്ളിൽ നിന്ന് ചെയ്യണം. കൊക്കിൽ ജീവനുള്ളത്തോളം കാലം ഈ ഉപദേശം വിളിച്ചു പറയും. ആരാധിക്കുന്ന ഉള്ളിൽ നിന്ന് വരണം, പ്രാർത്ഥന ഉള്ളിൽ നിന്ന് വരണം, ആമേൻ, സ്തുതി ഉള്ളിൽ നിന്ന് വരണം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് തീവ്രമായി നിൽക്കണം, ധീരതയോടെ നിൽക്കണം, ഒരു പടയാളിയെ പോലെ നിൽക്കണം. ആമേൻ. ഊമയായിട്ടിരിക്കാനല്ല ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത്. ഊമയായിട്ടല്ലല്ലോ നമ്മെ ഇവിടേക്ക് ദൈവം കൊണ്ടുവന്നതാണോ? സംസാരിക്കാൻ ശേഷിയില്ലേ? ഉണ്ടോ? നാവിന് ബലമുള്ളവർ ഉറക്കെ സ്തോത്രം പറ. ഇല്ലെങ്കിൽ സക്കരിയാവിനെ പോലെ ആകണോ? വേണ്ടല്ലോ.
ആമേൻ, ദൈവം തന്ന സ്വരം, ദൈവം തന്ന ശബ്ദം, ദൈവം തന്ന കരം, ദൈവം തന്ന ആമേൻ ബലം, ഇത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് അകത്തുണ്ട്? തീവ്രമായ നമുക്കറിയത്തില്ലേ, തീവ്രവാദികൾ എന്തുകൊണ്ടാ മതങ്ങളിലുള്ള തീവ്രവാദികൾ ആ ആശയത്തോട് അവരങ്ങ് ചേർന്ന് അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവർ എത്തിച്ചേരുമ്പോൾ ഒരു മനുഷ്യൻ തീവ്രവാദിയാവുന്നത് ആണോ അല്ലയോ? അല്ലാണ്ട് മനുഷ്യരെല്ലാവരും തീവ്രവാദിയായിട്ട് ജനിക്കുന്നല്ലോ. സ്തോത്രം. അപ്പൊ തീവ്രത എന്ന് പറയുന്നത് അത് അവർ തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഒരു വിശ്വാസി ഉപയോഗിക്കേണ്ടത് ആ തീവ്രത ദൈവകാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കണം. പൗലോസ് മതങ്ങളിൽ ആയിരുന്നപ്പോൾ അവൻ പൗലോസ് മതത്തിന് വേണ്ടി തീവ്രവാദിയായിരുന്നെങ്കിൽ അവൻ മതം വിട്ടു വന്നപ്പോൾ യേശുവിനെ അറിഞ്ഞപ്പോൾ അവൻ യേശുവിന്റെ തീവ്രവാദിയായി മാറി. നമ്മുടെ തളർപ്പ്, നമ്മുടെ മന്ദതയും നമ്മുടെ ക്ഷീണവും ഇതെല്ലാം ആലയത്തിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ, ദൈവ സന്നിധിയിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് വിട്ടു കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾ ഉഷാറോടെ അവന്റെ ആരാധന കഴിയുമ്പോൾ കണ്ടോണം, എന്തോ ഒരു ശബ്ദം, എന്തോ ഒരു കോലാഹലം, എന്തോ ഒരു ബഹളം, ദൈവത്തിന്റെ സന്നിധി ഉയർത്തുവാൻ ശബ്ദമെവിടെ? എവിടെയാണ് നമ്മുടെ ശക്തി ചോർന്നു പോയിരിക്കുന്നത്? എവിടെയാണ് നമ്മുടെ ബലം കെട്ടുപോയിരിക്കുന്നത്? എവിടെയാണ് നമ്മൾ പുറകോട്ട് പോയിരിക്കുന്നത്? എവിടെയാണ് നമുക്ക് മന്ദത ഭവിച്ചത്? എവിടെയാണ് ആത്മീക ക്ഷീണം സംഭവിച്ചത്? എവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോയത്? എവിടെയാണ് നമ്മൾ പുറകോട്ട് പോയത്? ഇന്നോളം ദൈവം പറയുക, മടങ്ങി വരണം. എവിടെയാണോ മടങ്ങി വരേണ്ടത് അവിടേക്ക് നാം തിരികെ വരണം. എനിക്കറിയാം ഈ മതം ഏറ്റെടുക്കുന്ന വളരെ കുറച്ചു പേരേ ഉള്ളൂ. ഹല്ലേലൂയ. ആത്മാർത്ഥമായി വിമർശനത്തോടെ ഇരിക്കുന്നതിനകത്തിരിപ്പുണ്ട്. എനിക്കറിയാം, മനസ്സിനെ വായിക്കാൻ എനിക്കറിയാം. വിമർശനത്തിന്റെ ആത്മാവോടെ ഇരിക്കുന്നവർ ഇതിനകത്തുണ്ട്. ആമേൻ. എനിക്കത് ബാധകമേ അല്ല. ഞാൻ ആത്മനിറവിൽ വിളിച്ചു പറയും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് തന്ന ബലം ഉപയോഗിച്ച് എത്ര ശക്തമായി ദൈവത്തെ സ്തുതിക്കാമോ, എത്ര ശക്തമായി ദൈവത്തെ ആരാധിക്കാമോ, എത്ര ശക്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കാമോ, അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. നാളെ നമുക്കുള്ളതല്ല, നാളെ നമുക്കുള്ളതല്ല, നാളെ നമുക്കുള്ളതല്ല. സഹോദരങ്ങളെ, ഇന്നിന്റെ കാലത്ത് നിങ്ങൾ പോയി വാങ്ങിക്കുന്ന ഓരോ സാധന സാമഗ്രികൾക്കും ആമേൻ വാറന്റി ഉണ്ട്, അല്ലെ ഗ്യാരണ്ടി ഉണ്ട്. ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? വാ തുറക്കുന്നതിന് ബുദ്ധിമുട്ടല്ലോ ഉണ്ടോ? ക്ലിപ്പായി പോയോ? സ്തോത്രം. ഈ സൗണ്ട് സിസ്റ്റത്തിന് വാറന്റി അല്ലെ ഗ്യാരണ്ടി ഉണ്ട്, അല്ലേ? ഈ മിക്സറിന് വാറന്റി അല്ലെ ഗ്യാരണ്ടി ഉണ്ട്, കീബോർഡിന് വാറന്റി അല്ലെ ഗ്യാരണ്ടി ഉണ്ട്. മനുഷ്യന് എന്തോ വാറന്റിയാ പോലെ എന്താ? നിങ്ങൾ ഡോക്ടറെ അടുത്ത് അല്ലെ ഇവിടെ ഇൻഷുറൻസ് കമ്പനി എടുത്തോട്ട് വരണം, എന്റെ കരളിന് ഒരു വാരാമ ഇൻഷുറൻസ് തരാന്ന് പറഞ്ഞാൽ തരൂ. അവർ പറയാം എപ്പോ അടിച്ചു പോകുന്ന ആർക്കറിയാം, നിങ്ങൾക്ക് മൊത്തത്തിൽ വേണേ ഒരു ഇൻഷുറൻസ് തരാന്ന് പറയും, അല്ലേ? എന്റെ കിഡ്നിക്ക് ഒരു വാറന്റി വേണം, തരുമോ? ഇവിടുത്തെ സംവിധാനങ്ങൾ തരുമോ? ഇല്ലല്ലോ. ഉറങ്ങുന്നവരെല്ലാം ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. കെയർഫുള്ളായിട്ടില്ലേ? ഇനി ദൈവത്തെ ശക്തിയോടെ സേവിക്കുന്നവർ എല്ലാവരും മറക്കരുത്. ദൈവത്തെ സൂചിയെ ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ഈ മനുഷ്യ ജീവിതത്തിന് ഒരു വിലയും ഇല്ല, ഒരു വിലയും ഉണ്ടോ? ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചപ്പോൾ ആകെപ്പാടെ 7 രൂപ 50 പൈസയാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാം കൂടെ വിറ്റാ കിട്ടുന്നത്. ആക്രിക്കാരന് കൊടുത്താൽ കിട്ടുന്ന വിലയാണ് 7 രൂപ 50 പൈസ. ആ മനുഷ്യനാ വലിയ വീരവാദം അടിക്കുന്നത്. ഞാൻ നിന്നെ കാണിച്ചു തരാനുള്ള മോളെ എഴുന്നേറ്റിട്ട് വേണ്ടേ? സ്തോത്രം. ഇന്ന് അഹങ്കരിക്കാതെ ദൈവത്തെ സ്തുതിച്ചാണ്. ദൈവം തന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ മസിൽ പിടിച്ചിരിക്കാതെ തുറന്ന മനസ്സോടെ ദൈവത്തെ സ്തുതിച്ചാണ്. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. സഹോദരങ്ങളെ, ഈ സമയം അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോവുക. ഇവിടെ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ ആമേൻ, ദൈവത്തിന്റെ ജനം മുട്ടിന്മേൽ നിൽക്കുമ്പോൾ ദൈവം ദൈവത്തിന്റെ സഭയെ ദൈവത്തിന്റെ കാലിൽ നിർത്തും. ഒരു ചിന്തകൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു ചിന്തയാണ്. സ്തോത്രം. എന്നെ വല്ലാതെ ആകർഷിച്ചു. ദൈവത്തിന്റെ ജനം മുട്ടിന്മേൽ നിൽക്കുമ്പോൾ ദൈവം ആമേൻ ദൈവത്തിന്റെ സഭയെ ദൈവത്തിന്റെ കാലിൽ നിർത്തും. ആമേൻ. സ്തോത്രം. മുട്ടിന്മേൽ നിൽക്കുക
പ്രാർത്ഥിക്കുക, ഇടിവിൽ നിൽക്കുക. ഇതൊരു മെയിൻ ഘടകമാണ്. പിശാച് സംഹാരകൻ കയറി വരുമ്പോൾ പഴയ നിയമത്തിൽ നാം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, കോട്ട കാത്തുകൊള്ളുക, അല്ലേ? കോട്ട കാത്തുകൊള്ളുക. സംഹാരകൻ കയറി വരുമ്പോൾ കോട്ട കാക്കുന്നത് പുതിയ നിയമത്തിൽ പ്രാർത്ഥനയാണ് കേട്ടോ, പ്രാർത്ഥനയാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. ഓരോ കുടുംബത്തിനും ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാ, ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അന്യ രാജ്യങ്ങൾ ശത്രുതയോടെ മറ്റൊരു രാജ്യത്തെ തകർക്കുവാൻ വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ കാവൽ പടയാളികളെ, ആമേൻ, സ്തോത്രം, ഓരോ രാജ്യത്തിന്റെയും അതിർവരമ്പുകളിൽ നിർത്തി പോരാടുവാൻ നിർത്തുന്നത് പോലെ സ്വന്തം ജീവിതത്തിന് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ദൂതാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ആത്മാവ് സഭയോട് പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രാർത്ഥന, കുടുംബത്തെ സംരക്ഷിക്കുന്ന പ്രാർത്ഥന, ആത്മാവിൽ പൊരുതി നിൽക്കുന്ന പ്രാർത്ഥന, അതാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത്. നമ്മുടെ ധനമല്ല, നമ്മുടെ ആരോഗ്യമല്ല, നമ്മുടെ ശക്തിയല്ല, നമ്മുടെ പ്രബലമായ കൂട്ടമല്ല, മറിച്ച് പ്രാർത്ഥനയാണ് നമ്മുടെ ബലം. ഇന്ന് പകൽ ആ പ്രാർത്ഥനാ ജീവിതത്തിൽ അഭിമാനിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് വേറെ ഒന്നും നിനക്കില്ലായിരിക്കാം. സാമ്പത്തിക ക്രൈസിസുകൾ, നമ്മെ ഞെരുക്കങ്ങൾ, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, രോഗബാധകൾ, ഒന്നിനു പുറകെ ഒന്നായി കഷ്ടതകൾ, ശോധനകൾ, ഇതിന്റെ എല്ലാം നടുവിൽ നമ്മെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവരുണ്ടോ? നമ്മെ നിങ്ങൾ അതിൽ പ്രശംസിച്ചാട്ട് ഇതിന്റെ നടുവിൽ പ്രാർത്ഥിക്കാൻ ദൈവം കൃപ തരുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞാട്ട് തളർന്നു കിടക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഇന്ന് പകൽ ആ ശ്രദ്ധയോടുള്ള പ്രാർത്ഥനയിലേക്ക്, അതീവ ശ്രദ്ധയോടുള്ള പ്രാർത്ഥനയിലേക്ക് നാം ഒന്ന് കയറി വരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുക. സമയത്തിലെ പ്രാർത്ഥനയിൽ സമയം ഇവിടെ നാം വായിക്കുന്നത് പതിവ് പോലെ എന്ന പദപ്രയോഗം നമുക്ക് കാണാൻ കഴിയും. പ്രാർത്ഥനയെ കുറിച്ച് പറയും പതിവ് പോലെ. യേശു പതിവ് പോലെ ആലയത്തിലേക്ക് പോയി, പതിവ് പോലെ മലയിലേക്ക് കയറിപ്പോയി. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോൾ പ്രാർത്ഥിക്കുന്ന സ്വഭാവം അല്ലായിരുന്നു യേശുവിന്റെ. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ ദിവസവും വൈകുന്നേരമായ അവൻ തനിയെ വാങ്ങിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നില്ലേ? എങ്ങോട്ടായി പോന്നെ? ശിഷ്യന്മാരെ എല്ലാം വിട്ടേച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ബിസി റൊട്ടീനാണ് യേശുവിന്റെ. അല്ലാണ്ട് യേശു ഒരു നിമിഷം പോലും വെറുതെ ഇരുന്നിട്ടില്ല. സ്തോത്രം. വലിയ പുരുഷാരം എപ്പോഴും യേശുവിന്റെ കൂടെ ഉണ്ട്. വ്യത്യസ്തമായ ജനങ്ങൾ യേശുവിനെ പിൻഗമിക്കുക. സൗഖ്യം വേണ്ടവരുണ്ട്. ആമേൻ. വീട്ടിൽ മരിച്ചു കിടക്കുന്നതിനെ ഉയർപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ശതാധിപന്മാരെ പോലുള്ളവരുണ്ട്. സ്തോത്രം. വ്യത്യസ്തമായ ആവശ്യങ്ങളുമായിരിക്കുന്ന പുരുഷാരമുണ്ട്. തിങ്ങി നിൽക്കുന്ന ജനക്കൂട്ടമുണ്ട്. ഒരു വീട്ടിൽ പോയാൽ പോലും അവിടെയും ജനക്കൂട്ടമാണ്. ചില കുഞ്ഞുങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കണമേ, തലയിൽ കൈവച്ച് ആശീർവദിക്കണമേ എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. ഇതിന്റെ എല്ലാം ഇടയിൽ ആമേൻ വൈകുന്നേരമാകുമ്പോൾ, രാത്രിയാകുമ്പോൾ ശിഷ്യന്മാരെ വിട്ടേച്ച് തനിയെ വാങ്ങി പോകുന്നത്, യേശുവിന് പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ, യേശുവിന് പ്രാർത്ഥന ആവശ്യമായിരുന്നെങ്കിൽ, സഹോദരങ്ങളെ, എനിക്ക് നിങ്ങൾക്ക് എത്ര അധികം വേണം. ഇന്ന് പകൽ ഈ ദൂത ആമേൻ മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ അവർക്കായി ഞാൻ പറയുകയാണ്. ആമേൻ. സ്വന്തം പ്രാർത്ഥനയെ ചെറുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രാർത്ഥന വേണ്ടെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രശ്നമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് അല്പം പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നെങ്കിൽ എന്ന ഒരു ദൂതി ഞാൻ പറയാം. ഒരിക്കൽ ഇതെല്ലാം പെട്ടുപോകും. അവിടെ പ്രാർത്ഥിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. ഇന്ന് പകൽക്കാലം സഭ, ഒരു സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആമേൻ ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഒരു സഭ കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് പിരിഞ്ഞു പോകാനുള്ളതല്ല സഭ. സഭയുടെ ദൗത്യം എന്താ? ഒന്ന്, മിഷണറി ദൗത്യം. സഭയുടെ ദൗത്യം എന്താ? രണ്ട്, പ്രാർത്ഥിച്ച് കെട്ടുകളെ പൊട്ടിക്കുക. സഭയുടെ ദൗത്യം എന്താ? അന്യ ആരാധന ശക്തികളെ പൊട്ടിച്ചെറിഞ്ഞ് ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ആത്മാക്കളെ നേടുക. അതെ, സഭയുടെ ദൗത്യമാണ് പ്രാർത്ഥന. അധികാരമുള്ള നാമത്തിൽ
Oh yes, power in the name of Jesus. ഇതുപോലെ എത്ര പേർക്ക് ആ നിയോഗമുണ്ട്, പ്രാർത്ഥിക്കണമെന്ന നിയോഗം. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചവർ പിന്നെ മുന്നോട്ട് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതാക്കി കളഞ്ഞ പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുമ്പോൾ എനിക്ക് ജയിച്ച് കയറി വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുക. അവൻ പ്രാർത്ഥന പോരാളിയായി മാറുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? പ്രാർത്ഥനയെന്ന ധീര പടയാളിയെ പോലെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? പൈശാചിക കോട്ടകളെ ഇടിപ്പാൻ നിന്റെ കുടുംബത്തിന്റെ തകർച്ചയ്ക്കെതിരെ വാതിലിട്ട് നിൽക്കുന്ന അന്യ മണ്ഡലങ്ങളെ തകർത്തെറിയുവാൻ അഭിഷേകം വേണമെന്ന് പ്രാർത്ഥനയുടെ നിയോഗം ഏറ്റെടുക്കാൻ ഈ പകൽ എത്ര പേർക്ക് നിയോഗമുണ്ട്? എന്റെ മേൽ അഭിഷേകം വരട്ടെ, എന്റെ മേൽ നിയോഗം വരട്ടെ, എന്റെ മേൽ ആത്മശക്തി വരട്ടെ, പ്രാർത്ഥനയുടെ ആത്മാവ് എന്റെ മേൽ വരട്ടെ, നിയോഗം എന്റെ മേൽ വരട്ടെ, ആത്മശക്തി എന്റെ മേൽ വരട്ടെ എന്നാഗ്രഹിക്കുന്നവർ ഈ പ്രഭാതത്തിൽ ഈ ആരാധനയിൽ ഈ ശക്തി ഏറ്റെടുത്ത നിയോഗത്തോടെ പ്രാർത്ഥിച്ചോളൂ. ദൈവം നിന്റെ മേൽ ഇറങ്ങുന്നു, ആത്മാവ് നിന്റെ മേൽ ഇറങ്ങുന്നു, വിടുതലുകൾ നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയിലേക്ക് ഇറങ്ങുന്നു, നിന്റെ സഭയ്ക്കകത്ത് വിടുതലുകൾ സംഭവിക്കുന്നു. രക്ഷയെ തകർത്ത തോട്ടമായിരുന്നു ഏതെന്ന് തോട്ടം. തകർത്തതിനെ നേരെയാക്കിയ സ്ഥലമാണ് ഗത്സമന. ഹലോ, സ്വോത്രം. നല്ല പോയിട്ട് പറഞ്ഞെങ്കിലും സ്വോത്രം പറഞ്ഞു. നിങ്ങളുടെ സ്വോത്രം കൊണ്ടല്ല ഞാൻ പ്രസംഗിക്കുന്നത്. എന്നാലും ദൈവജനം നല്ല നല്ല വാക്കുകൾ കേൾക്കും, നല്ല വോയിസുകൾ കേൾക്കുമ്പോ ആവേശത്തോടെ നേരിടേണ്ടി. ഏതെൻ തോട്ടം രക്ഷയെ തകർത്ത സ്ഥലമാണ്. ഗത്സമന തകർത്തതിനെ നേരെയാക്കിയ സ്ഥലമാണ്. മനസ്സിലായോ? രക്ഷയെ തകർത്തതിനെ നേരെയാക്കുന്ന സ്ഥലമാ പ്രാർത്ഥനാ മുറി. പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ചെറുതായി ചിന്തിക്കരുത്. ഈ സഭയ്ക്കകത്ത് വലിയ റോളുകൾ നിങ്ങൾക്ക് ഉണ്ടായില്ല, വർഷിപ്പിനകത്ത് ഉണ്ടാവുന്നില്ല. സ്വോത്രം. സെക്രട്ടറി ആയിരിക്കത്തില്ല, ട്രഷറർ ആയിരിക്കത്തില്ല, കമ്മിറ്റി മെമ്പർ ആയിരിക്കത്തില്ല. വിവിധ പൊസിഷനുകൾ ഉണ്ടാകത്തില്ല. പക്ഷേ നിങ്ങൾ അവരെക്കാൾ ഉയർന്ന പൊസിഷനിലാണ് ദൈവം നോക്കുമ്പോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? ഈ ജനത്തിന്റെ ഈ ഉറക്കവും മയക്കവും മാറട്ടെ. അവരുടേതായ ക്ഷീണങ്ങൾ, മന്നതകൾ, വൈരാഗ്യ ബുദ്ധികൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവവചനത്തിന്റെ ശക്തി അകത്തേക്ക് കയറാതെ അവരുടെ കണ്ണുകളെ കുരുട്ടാക്കി വെച്ചിരിക്കുന്ന അന്ധകാര മണ്ഡലത്തിന്റെ പൈശാചിക ശക്തിയെ ഈ പകൽ ഞാൻ അഭിഷിക്തന്റെ നിലയിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ഭാവേ ജനത്തിന്റെ കുരുട്ട് കണ്ണുകൾ തുറക്കട്ടെ. അഭിഷേകം അവർക്ക് വ്യാപരിക്കാതെ, ആത്മമണ്ഡലം വ്യാപരിക്കാതെ കത്തിവെച്ചിരിക്കുന്ന ദുഃഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ പകർത്താറട്ടെ. പ്രാർത്ഥിക്കുന്നവരായി എഴുന്നേൽക്കട്ടെ. ഞാൻ വെറുതെയല്ല, ഞാൻ ആത്മനിറവിലാണ് പറയുന്നത്. പ്രാർത്ഥനാ ജീവിതത്തെ തച്ചുടച്ചുകൊണ്ട് മുന്നേറ്റു പോകാൻ കഴിയാതെ ശാരീരികമായി, മാനസികമായി സങ്കീർണതകൾ, സാമ്പത്തിക ക്രൈസിസുകൾ, ഒന്ന് മാറി പ്രശ്നങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റാതെ മരുന്ന് മുറുക്കിയിരിക്കുന്ന കെട്ടുകളെ പൊട്ടിച്ചെറിയുവാൻ നിയോഗമുള്ളവര് ഇന്ന് പകൽ ദൈവാത്മാ പറയുക. അത് ഒറ്റ മൂലിയുള്ളൂ, അത് പ്രാർത്ഥനയാണ്. ഒറ്റ വഴിയുള്ളൂ, അത് പ്രാർത്ഥനയാണ്. ഒറ്റ വഴിയുള്ളൂ, ആത്മാവിൽ പ്രാർത്ഥിക്കലാണ്. പ്രാർത്ഥനയിലേക്ക് ആവശ്യമാണ്. ഞാൻ ആ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ കൃപയിലേക്ക്, കൃപാവരങ്ങളിലേക്ക്. ദൈവം നൽകിയ ദർശനം എവിടെ? ദൈവം നൽകിയ വെളിപ്പാട് എവിടെ? ദൈവം നൽകിയ പ്രവചനവരം എവിടെ? ദൈവം നൽകിയ രോഗശാന്തി വരം എവിടെ? ദൈവം നൽകിയ കൃപാവരം എവിടെ? പ്രാർത്ഥിക്കുമ്പോൾ കണ്ട വിടുതൽ എവിടെ? ഇന്ന് മനസ്സുകൊണ്ട് പോലും കഴിയാതെ ഒറ്റ മിനിറ്റ് കൊണ്ട് കുടുംബ പ്രാർത്ഥന പോലും നിലച്ചിരിക്കുന്ന കുടുംബങ്ങളിൽ അകത്തിരിക്കൊണ്ടെന്ന് ദൈവാത്മാവ് ദൂത് പറയുക. തലമുറയുമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്തവർ ഇതിനകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. പ്രാർത്ഥിക്കാൻ കഴിയാതെ നിന്നെ അലസ്യമാക്കിയിട്ടുള്ള മണ്ഡലത്തെ ദൈവാത്മാവ് നോക്കി പറയുന്നു, കേറി വരും. നിയോഗമുള്ളവർ ആത്മമണ്ഡലത്തിലേക്ക് കേറി വരും. കുഞ്ഞേ, തലമുറകളെ, മക്കളെ, ദൈവത്തിന്റെ ആത്മാവ് പറയാ, നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഭാവിക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിഷയത്തിനായി നിങ്ങൾ ജാഗരിക്കണം. അപ്പന്റെ അമ്മയുടെ കയ്യിലോട്ട് ഇട്ടുകൊടുത്താൽ പോരാ, സഭയുടെ പാസ്റ്ററുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്താൽ പോരാ. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ മക്കൾ, തലമുറകൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നവർ
ഇതിനകത്തിരിപ്പുണ്ട്. പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ള ഓ യെസ് ആമേൻ. ഞാൻ പറയുന്ന കുടുംബ പ്രാർത്ഥനയിൽ വന്ന് 2 വാക്യം വായിച്ച് പ്രാർത്ഥിച്ചു പോകുന്ന അതല്ല, ഒരാൾ പ്രാർത്ഥിച്ചു തീർക്കുന്ന സംഭവത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മക്കൾ മാറി ഇന്ന് പ്രാർത്ഥിക്കുന്ന എത്ര കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്. ആത്മാവിൽ പൊരുതി പ്രാർത്ഥിക്കുന്ന എന്റെ കുടുംബത്തിനായി, തന്റെ വിഷയത്തിനായി, എന്റെ ഭാവിക്കായി ദൈവം ഒരു വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥനാ സ്വഭാവമുള്ള തലമുറ എഴുന്നേൽക്കട്ടെ. പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയാണ്, പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ളവർ എഴുന്നേൽക്കട്ടെ, തലമുറയിൽ പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ, ആത്മശക്തിയുള്ളവർ എഴുന്നേൽക്കട്ടെ, പ്രവചിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ബാക്കിയെല്ലാം എനിക്കറിയാം. ഇതിനകത്ത് പകുതിയാണെന്ന് പറഞ്ഞിരിക്കുക. ഈ പ്രശ്നത്തെ ഏറ്റെടുക്കാൻ കഴിയാത്ത മനോഭാവമാക്കി വിശാല ബുദ്ധിയെ ശാസിച്ച് ഞാൻ പറയുന്നു. തലമുറയുള്ളവരെ അഭിഷേകർ പ്രാർത്ഥിച്ച് ഉറക്കേണ്ടതാണ്. ദേഷ്യങ്ങളുടെ കാര്യമില്ല. നിങ്ങളുടെ ആത്മാവിനെ ശരിയാക്കിയാൽ മതി. ഞാൻ ആത്മാവിനെ വിളിച്ചു പറഞ്ഞേ. നിങ്ങളുടെ മൈൻഡാണ് പ്രശ്നം. ഞാൻ വിളിച്ചു പറഞ്ഞ ദൈവശബ്ദമാ. സഭ മടങ്ങി വന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അഭിഷേകത്തിന് വിളിച്ചു പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആക്കുക, നിങ്ങളുടെ ചിന്ത ക്ലിയർ ആക്കുക. ആമേൻ. എതിർ ശബ്ദങ്ങളാണ് വേണ്ടത്. ആമേൻ. ഈ ദൂതിനെ ഏറ്റെടുക്കുന്നവരാണ് വേണ്ടത്. ശിശു പ്രസംഗിക്കാം.